ഹലോ വെൽക്കം ബാക്ക് ടു കൊറിയൻ എംജി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ബ്യൂട്ടി വ്ളോഗാണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടൊരു പെട്ടി വന്നിട്ടുണ്ട്. നിറയെ കോസ്മെറ്റിക്സ് ഉള്ള ഒരു പെട്ടിയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഇതിൽ എന്തൊക്കെയാണെന്നും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വെറൈറ്റി ആയിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിന്റെ അവര് പ്രൊമോഷൻ ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കൊരു ബൊറിയാങ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള മഡ് ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പൊ കൊറിയക്കാർ ഈ മഡൊക്കെ ബ്യൂട്ടി ഐറ്റംസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഫേസിലൊക്കെ നമുക്ക് നല്ല ഗ്ലോയും അതേപോലെ തന്നെ ഫേസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവര് ചെളി ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് ചെയ്യും, ഫേസ് മാസ്ക് ഒക്കെ പോലെ ചെയ്യും. അപ്പോൾ അതിനായിട്ടുള്ള പ്രൊമോഷനാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ഒരു വ്ളോഗിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ അതിനെ നമുക്ക് അവര് പെട്ടിയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം. ആദ്യമായിട്ടുള്ളത് ഒരു ക്ലേ പാക്ക് ആണ്. നമുക്ക് ഒരു 150 ml ഒരു 30 ml ഒരു ക്ലേ പാക്ക് ആണ് ആദ്യം തന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ കൂടെ തന്നെ മഡ് പ്ലസ് ബൊറിയാങ് മഡ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ. ഇത് അവരുടെ ബ്രാൻഡ് ആണ് മഡ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു സൺക്രീം ആണ് തന്നേക്കുന്നത്. അപ്പൊ ഒരു സൺക്രീം ഇറക്കിയിട്ടുണ്ട് പുതിയതായിട്ട്. SPF 50+ PA++++ ആണ്. ഇനി വെറൈറ്റി ആയിട്ടുള്ള സാധനം വന്നു. എന്താണ് പറഞ്ഞത്? ഇത് ബൊറിയാങ് മഡ് ആണ്. പൊതുവെ ബൊറിയാങ് എന്ന് പറയുന്നത് ഒരു ബീച്ച് ഏരിയ ആണ് കേട്ടോ. ബീച്ച് സൈഡ് ആണ് ആ ഏരിയ വരുന്നത്. അപ്പൊ അവിടുത്തെ മഡിന് കുറച്ച് എന്താ പറയാ, നമുക്ക് ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ ഹീൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവര് എല്ലാം മഡ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ പ്രൊഡക്ട്സ് അവരത് ഉണ്ട്, എല്ലാം മഡ് ബേസ് ചെയ്തിട്ട്. അപ്പൊ അതിന്റെ ഒറിജിനൽ പ്രോസസ് ചെയ്തിട്ടുള്ള അവരുടെ മഡാണത്. നമുക്ക് മുഖത്ത് നമ്മൾ ഇടാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കണേ. നമുക്ക് നോക്കാം ഇതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് വേണം നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് സ്കിന്നിലേക്ക്. എനിക്ക് തോന്നുന്നു നാട്ടിൽ ഒരുപാട് പേര് ക്ലേ പാക്ക് ഒക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഇതിന്റെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മള് ഇതിന്റെ ക്ലേ പാക്ക് പൊട്ടിക്കാം. ഐ തിങ്ക് വലുത് പൊട്ടിക്കാം. ഇങ്ങനെ വന്നേക്കുന്നത് ഇത് മഡ് പ്ലസ് കണ്ടെയ്ൻ മഡ് പവർ. ഇത് രണ്ടും സെയിം തന്നെയല്ലേ? സെയിം ആണ്. ഇതിന്റെ ഒരു 150 ml അതത്ര 30 ml എടുത്ത് വെക്കാം. നമുക്ക് 150 എടുക്കാം. ഇത് പറഞ്ഞേക്കുന്നത് മഡ് പ്ലസ് കണ്ടെയ്ൻസ് എ മഡ് പൗഡർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ക്ലീൻ കോസ്റ്റ് ഓഫ് ബൊറിയാങ്. അപ്പൊ ബൊറിയാങ്ങിലത്തെ മഡ് പൗഡർ ആണ് അവർ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തേക്കുന്നതാണിത്. അപ്പൊ നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് സംഭവം. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ക്ലേ പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോണത്. ഈ ക്ലേ പാക്കും മഡും സെയിം തന്നെയാണ്. മഡ് നമ്മൾ മിക്സ് ചെയ്യണം. ക്ലേ പാക്ക് ആയിരിക്കുമ്പോൾ നമ്മൾക്ക് ഓൾറെഡി മിക്സ് ചെയ്തിട്ടാണ് തരുന്നത്. അപ്പം നമ്മൾ ആദ്യം ഞാൻ ഓൾറെഡി തേച്ചു വിട്ടു. ഇനി ജിൻഡുവിൻ്റെ മുഖത്തിലാണ് നമ്മൾ തേക്കാൻ പോണേ. അപ്പം ഉപയോഗിക്കുന്ന മുന്നേ ആദ്യം നമ്മൾ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പം ജിൻഡുവിൻ്റെ മുഖം നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ഓൾറെഡി വാഷ് ചെയ്താട്ടോ, ഞാനൊന്ന് ഡ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് ക്ലേ പാക്ക് ഇടാം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇങ്ങനെ ഒരു ചെളി പോലെ തന്നെയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാവും. ചെളി ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കുന്നത്. ഇപ്പം ജിൻഡുവിന് നമുക്കിന് മെല്ലെ കണ്ണെന്ന് അടച്ചാൽ അങ്ങനെ ഭയങ്കര ജിൻഡുക്ക് ഭയങ്കര സെറ്റപ്പായിട്ടാ നിൽക്കണേ. ഞാൻ ഇങ്ങനത്തെ പരിപാടിക്ക് നിന്നിട്ടില്ലല്ലേ ഇതിനു മുമ്പ്. നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. ഡ്രൈ ആക്കണോ അല്ലേ? എല്ലായിടത്തും ആയോ? ഒരു ഇത് എല്ലായിടത്തും. ഇനി താടിയിലെടുത്തും തേക്കണ്ട. കണ്ണാടി നോക്കട്ടെ. ഫസ്റ്റ് ടൈം ആട്ടോ ജിൻഡു ഇങ്ങനെയൊക്കെ ചെയ്യണം. ജിൻഡു മുന്നേ ഇങ്ങനൊന്നും ചെയ്യുന്ന ഒരാളായിരുന്നില്ല. നമുക്ക് എന്ത് സ്കിന്ന്, ഇവിടെ വന്നിട്ടല്ലേ ഇതെല്ലാം അറിയണത്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നാച്ചുറൽ ബ്യൂട്ടിയാണ് ജിൻഡു അല്ലേ? നാച്ചുറൽ ബ്യൂട്ടി. പണ്ടൊക്കെയോ വൈറ്റമിൻസ് എന്താണ് സൺക്രീം പോലും ഇടില്ലായിരുന്നു. ഇപ്പം എല്ലാവരും ഇടും കേട്ടോ നാട്ടിലും. പിന്നെ അതറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. അറിഞ്ഞിരുന്നെങ്കിൽ ചെയ്താൽ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ അറിയാം, പക്ഷെ നമ്മുടെ ചെറുപ്പത്തിലൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ എന്നിട്ട് എന്താ, ദൈവം നാച്ചുറൽ ബ്യൂട്ടി തന്നുകൊണ്ട്
ഇത്ര സൗന്ദര്യം ഉണ്ട് ഇപ്പോഴും. തള്ളു 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 പുകയുന്നുണ്ട് ചെറുതായിട്ട് അല്ലേ? അതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, പോസ് ഒക്കെ ഓപ്പൺ ആണ് ഇപ്പം. നമ്മൾ നന്നായിട്ട് കഴുകിയല്ലോ, മുഖം കഴുകി. അപ്പൊ നമ്മള് രണ്ടുപേരും ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തു. പിന്നെ ഇതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ചെറു ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ കഴുകണം എന്നാണ് പറയണേ. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ആവാനും അതുപോലെ നമ്മളെ പോഴ്സിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോവാനും നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ തന്നെ ഇമ്പ്രൂവ് ആവാനൊക്കെ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ക്ലേ പാക്കിന്റെ ഗുണം നമുക്കറിയാലോ. അപ്പം നമ്മൾ എന്തായാലും ഫസ്റ്റ് ടൈം ആട്ടോ ഈ ബ്രാൻഡിന്റെ നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു പുതിയ ബ്രാൻഡാണോ? ഇത് ഇവരുടെ ബൊറിയാങ്ങിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന പുതിയൊരു പ്രൊഡക്റ്റ് ആണ്. ആക്ച്വലി ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. എല്ലാ വർഷവും ഇത് ഉണ്ടാവാറുണ്ട്. സമ്മർ സീസണിലാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ശില്പയൊക്കെ എന്താ പറയാ മഡിന്റെ ഒരു കുളം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഇറങ്ങി തലയിലും ആൾക്കാരെല്ലാവരും തലയില് അതേപോലെ ചെല്ലുമ്പോ തന്നെ എല്ലാരും ഇങ്ങനെ മുഖത്തൊക്കെ ഇതിങ്ങനെ തേക്കും. അതേപോലെ തന്നെ അവിടെ കുളം പോലെ സംഭവം ഉണ്ടാവും. അത് കുറെ ഗെയിമും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയി. അപ്പൊ ഇപ്രാവശ്യമാണ് അവരൊരു പ്രോഡക്റ്റ് ഒക്കെ ഇറക്കി. അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മള് നന്നായിട്ട് തന്നെ കേട്ടോ തോന്നുന്നത്. അതെന്താന്ന് വെച്ചാല് നമ്മൾ ഓൾറെഡി പോസ് ഒക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ പോസ് ഒക്കെ ഓപ്പൺ ആയ കാരണം നമ്മുടെ എല്ലാതും പ്രൊഡക്ട്സ് ഒക്കെ ഉള്ളിലാണ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ഞാൻ പറഞ്ഞത് ഡെഡ് സ്കിന്നും പോസിനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് അത് ജിൻഡുവിന് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും ഇട്ട് ശീലമില്ലാത്തോണ്ടാണ്. ജിൻഡുവിന് ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. ശില്പയുടെ ഓൾമോസ്റ്റ് ഉണങ്ങി. ഞാനിപ്പോ പുതുതായിട്ട് ഇട്ടിട്ടുള്ളൂ. എന്റെ പോര് നോട്ടെ നിങ്ങളാണെങ്കിൽ പോരുന്നുണ്ടല്ലേ. പക്ഷെ ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് എടുക്കാം. ഞാനിത് റിമൂവ് ചെയ്യട്ടെ. ഞാൻ ഫസ്റ്റ് ഇട്ടു. അതവരങ്ങനെ പറഞ്ഞതാണ്. ഞാൻ ഇങ്ങനെ നോക്കട്ടെ. ഞാനതൊന്ന് തുടക്കാട്ടോ. ഇളം ചൂടുവെള്ളത്തിൽ വേണം തുടക്കാനായിട്ട്. അത് ശരിക്കും പോവാൻ വേണ്ടിട്ടാ. ഓൾറെഡി അങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടൊന്നും ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പോരുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ മുഖത്തുനിന്ന് എടുക്കുമ്പോ തന്നെ പോരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിവിടെ ഇരിക്കുന്നു. ഞാൻ ഹെയർ ബാൻഡ് ഇടാൻ മറന്നുപോയി. നന്നായിട്ട് തുടച്ചെടുക്കണം. നോക്കിയേ പുതിയത് നല്ല ക്ലെൻസിങ് ഒക്കെ വന്നിട്ടോ അല്ലേ? അതായത് നന്നായിട്ടില്ലേ, നല്ല ഒരു ഇതുണ്ട് കേട്ടോ. കണ്ണിന്റെ ഇവിടെ എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യണ്ടേ. ഇത് കൊള്ളാം. അതായത് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയിട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സിന്റെ ഈ പോർഷനൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യണ്ടേ. നമ്മുടെ സ്കിന്നിന് തന്നെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് പോലൊരു ഫീൽ ഉണ്ട്. ഫുള്ളി റിമൂവ് ചെയ്യട്ടെ. ഇത് കണ്ടപ്പോൾ ജിന്നുവിന് സമാധാനമായി. കാരണം ജിന്നു ഇത്ര നേരം മുൾമുനയിലായിരുന്നു. എന്ത് പറ്റും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഓക്കെ അപ്പോൾ ജിന്നുവിനൊരു ധൈര്യം വന്നു. അപ്പം ജിന്നുവിൻ്റെ മുഖത്തുള്ള അതൊക്കെ ഇനി വാഷ് ചെയ്യാൻ പോവാണ്. ചെറിയൊരു ഇളം ചൂടുവെള്ളത്തിലാട്ടോ ഇത് റിമൂവ് ചെയ്യേണ്ടത്. പോണ്ടല്ലോ. പോണ്ട്. അപ്പൊ നമ്മള് വാഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താ അടുത്ത സ്റ്റെപ്പ്? ഇപ്പൊ നന്നായിട്ട് ഡ്രൈ പോലെ ആയിട്ടുണ്ട്. കാരണം പോഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് അതെല്ലാം ക്ലീൻ ചെയ്തു. അപ്പൊ അതുകൊണ്ട് കുറച്ച് സോഫ്റ്റ് ആണ്, പക്ഷെ കുറച്ച് ഡ്രൈ ആയ പോലെ ഫീൽ ആണ്. ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഇടണം. ഇനി മോയ്സ്ചറൈസർ ഇടുകയാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമ്മള് നന്നായിട്ട് ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ആയി. ജിനുവിന് എന്തിനെ ഫീൽ ചെയ്യണം ശരിക്കും? നല്ല എന്താ തോന്നണേ? ഒരു സ്കിന്നൊക്കെ ഒന്ന് ഫ്രഷ് ആയ ഫീല്, റീഫ്രഷ് ആയ ഒരു ഫീല്. നല്ല അടിപൊളി. ഇതിന്റെ ആദ്യമായിട്ടാണ് പാക്ക് ഇടുന്നത്. അപ്പൊ ജിനുവിന്റെ എക്സ്പീരിയൻസ് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ടല്ലോ. ഇനി ചെളി കലക്കിയിട്ട് പെരട്ടാം. അപ്പൊ ഇതാണ് നമുക്ക് അവർ തന്നേക്കണ സൺക്രീം. ഇനി നമുക്ക് അത് കുറച്ച് നല്ല സൺസ്ക്രീൻ ആട്ടോ. ഞാൻ ഓൾറെഡി ഈ റൗണ്ട് ഒക്കെ കഴിഞ്ഞു. വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. ഇവിടേക്ക് മോയ്സ്ചറൈസർ ശരിക്കും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരെ നിങ്ങക്ക് ആദ്യത്തെ ഇപ്പോഴും വ്യത്യാസം തോന്നുന്നുണ്ടോ?
തോന്നണുണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ട് പറ. തോന്നണുണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ. പക്ഷെ ഞങ്ങൾക്ക് ശില്പം ഓൾറെഡി ചെയ്തതാണ്, എന്റെയാണ് കൂടുതൽ വീഡിയോ എടുത്തത്. അത് നല്ല സോഫ്റ്റ് ഉണ്ടല്ലോ. അത് സൺക്രീം ഒക്കെ ഇട്ടിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഉപയോഗിച്ചത് ശരിക്കും ഒറിജിനൽ മഡാണ്. അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്തത്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ മണ്ണ് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇത് രണ്ടും സെയിം പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ ചെളി പൗഡർ ഉപയോഗിച്ച് ചെയ്യാഞ്ഞത്. സംഭവം സെയിം തന്നെയാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. നല്ല പ്രൊഡക്റ്റ് ആണ്. സൺസ്ക്രീനും സൂപ്പർ ആണ് കേട്ടോ. വൈറ്റ് കാസ്റ്റേ ഇല്ല. എനിക്ക് തോന്നുന്നു നല്ല എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ചിലതൊന്നും എനിക്ക് ഇവിടുത്തത് ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആയാലും ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുക? ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് 2 ചാനലുണ്ട്. കൊറിയൻ കിംചി ഒഫീഷ്യലും ഉണ്ട്, അതേപോലെ മലയാളി ഫ്രം കൊറിയ എന്ന് പറഞ്ഞിട്ട് ഒരു പേജും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ നമുക്ക് ഇവരുടെ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലേക്ക് ഇന്റർനാഷണൽ ഡെലിവറി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് സെറ്റാക്കി തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വേണ്ടവരുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ തീരാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.